തങ്ങളെ മോദി വിരുദ്ധരാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെ ഹിന്ദുക്കളുടെ അഭിമാനം ഉണർന്നു. ഞങ്ങൾ മോദി വിരുദ്ധരല്ലെന്നും മോദിയുടെ ആരാധകരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരേയൊരു പ്രധാനമന്ത്രിയാണ് മോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. अच्छे अच्छे प्रधानमंत्री हो गए, हम किसी की आलोचना नहीं कर रहे हैं, उन सब की अपनी अपनी विशेषताएं थी, लेकिन हिंदू भावना को समर्थन देने वाला, हिंदू स्वाभिमान को, हिंदू के आत्मबल को बढ़ाने वाला ये तो पहला ही प्रधानमंत्री है ना। और हम एक हिंदू होने के नाते വിവരങ്ങളുമായി നന്ദഗോപൻ ഈ ശങ്കരാചാര്യരെയും ശങ്കരാചാര്യ മഠങ്ങളെയും ഒക്കെ പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളെ വലിയ ചർച്ചയായിരുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിരാണ് ശങ്കരാചാര്യന്മാരെന്നൊക്കെയായിരുന്നു വലിയ ആരോപണങ്ങൾ. ഇപ്പോൾ ഇതാ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ അയോധ്യയിൽ നേരിട്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയം. തങ്ങളെ മോദി വിരുദ്ധരാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തങ്ങൾ മോദി വിരുദ്ധരല്ല, മോദിയുടെ ആരാധന തോന്നുന്ന നിമിഷം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിമുക്തേശ്വരാനന്ദയുടെ പ്രതികരണം. നന്ദൻ, ഉമേഷ്, നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ശോഭ കെടുത്താൻ ഇടത് ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നും വലിയ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. അതിന്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾ കേരളത്തിലെ അടക്കം മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപമായിരുന്നു ശങ്കരാചാര്യന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനിയായി നിൽക്കുന്ന ചടങ്ങായതിനാൽ തന്നെ ഇത് രാഷ്ട്രീയ ചടങ്ങാണ്, അത്തരം പ്രതിഷേധമുള്ളതിനാൽ തന്നെ തങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്തരം പോസ്റ്ററുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പ്രചരിച്ചു. പിന്നീട് കേരളത്തിലെ അടക്കം മുഖ്യധാര മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ശങ്കരാചാര്യ മഠങ്ങൾ പ്രസ്താവനകൾ ഇറക്കേണ്ട സാഹചര്യം വന്നുണ്ടായിരുന്നു. ഇത് ചില ഇടത് ജിഹാദി കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രൊപ്പഗണ്ടയുടെ ഭാഗമായാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ സ്വാമികളും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തങ്ങളെ മോദി വിരുദ്ധരാക്കുവാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണവും ആക്ഷേപവുമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ സ്വാഭിമാനം ഉണർത്തുന്നു, അദ്ദേഹം സ്വാഭിമാനം ഉണർത്തുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് മോദി എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ സ്വാമികളാണ് അദ്ദേഹത്തിന്റെ നിലപാട്, മഠത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടത് ജിഹാദി കേന്ദ്രങ്ങൾ നടത്തിയ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വാസ്തവം തുറന്നു കാട്ടുകയാണ് ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠം സന്യാസി ശ്രേഷ്ഠന്മാരും ശങ്കരാചാര്യന്മാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമേഷ്.